മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കെജ്രിവാൾ എന്ന സംഘിക്കുപ്പായക്കാരനെ നിങ്ങൾ തിരിച്ചറിയണം. JNUവിൽ കയറിയിട്ട് അവിടെയുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച സമയത്ത് ഒരു ABVP പ്രവർത്തകനോ ABVP നേതാക്കൾക്കെതിരെയോ കേസെടുക്കാൻ പറയാൻ പരസ്യമായി ആഹ്വാനം നടത്താൻ കെജ്രിവാൾ തയ്യാറായിട്ടില്ല. ജാമിയ മിലിയയിലെ വിദ്യാർത്ഥികളെ ക്യാമ്പസിനകത്ത് കയറി അവരുടെ ടോയ്ലറ്റിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചപ്പോൾ കേസെടുക്കാൻ പറയാൻ കെജ്രിവാൾ തയ്യാറായിട്ടില്ല. ഷാഹിൻബാഗിലെ പ്രതിഷേധക്കാർക്ക് നേരെ തെരുവിലിറങ്ങി തോക്കുമായി ആയുധങ്ങളായി ഭീഷണി മുഴക്കി വന്ന സംഘപരിവാർ തീവ്രവാദികൾക്ക് നേരെ കേസെടുക്കാൻ പറയാൻ കെജ്രിവാൾ മുന്നോട്ട് വന്നിട്ടില്ല. ഡൽഹി കലാപത്തിന് ആസൂത്രണം ചെയ്തു കൊടുത്ത് കലാപാഹ്വാനം നടത്തിയ കപിൽ മിശ്രക്കെതിരെ കേസെടുക്കാൻ പറയാൻ കെജ്രിവാളിന് തൻ്റെ ഇടമുണ്ടായില്ല എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ കെജ്രിവാളിന് തൻ്റെ ഇടമുണ്ടായി ഡൽഹി നിസാമുദ്ദീനിലെ തബ്ലീഗുകാർക്കെതിരെ കേസെടുക്കാൻ പറയാൻ. അവിടെയാണ് സംഘിക്കുപ്പായക്കാരനായിട്ടുള്ള കെജ്രിവാളിന്റെ പച്ചയായ മുഖം പുറത്തു വരുന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഷമല്ല, ഒന്ന് കൊടുക്കാനാണ് തോന്നുന്നത്. കാരണം ഇതുപോലെ പച്ചയായ അനീതി കാണിക്കുന്ന ഭരണാധികാരികൾ ഈ ഇന്ത്യ രാജ്യത്തുണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യം സന്തോഷത്തിലേക്ക് കടന്നു പോകുന്നത്, മതേതരത്വ രാജ്യമായി മാറുന്നത്? കാരണം എന്താണ് നിസാമുദ്ദീൻ മർക്കസിൽ സംഭവിച്ചത്? ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുൻപ്, ഇവിടെ ജനതാ കർഫ്യൂ പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് ഡൽഹിയിലെ നിസാമുദ്ദീൻ മർക്കസിലേക്ക് വിദേശികളായിട്ടുള്ള തബ്ലീഗ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മുസ്ലിങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ തബ്ലീഗ് പ്രവർത്തനം എന്ന് പറയുന്നത് വലിയ എന്തോ ഒരു സംഭവമൊന്നുമല്ല. അവർക്കറിയാവുന്ന മതപരമായ കാര്യങ്ങൾ മനുഷ്യകുലത്തോട് പറഞ്ഞു കൊടുക്കുന്ന സാധുക്കളായ ഒരു കൂട്ടം മനുഷ്യരാണ് ഈ തബ്ലീഗുകാർ. എനിക്കവരെ വ്യക്തമായി അറിയാം. അവർ തീവ്രവാദ പ്രവർത്തന മേഖലയുടെ 7 അയലത്ത് പോകാത്തവരാണ്. തീവ്രവാദ ചിന്താഗതി പോലും അവരുടെ 7 അയലത്തുണ്ടാകില്ല. നിങ്ങൾക്ക് വ്യക്തമായി അവരെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ആ പാവങ്ങൾക്ക് നേരെയാണ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് നടപടിയെടുക്കണം എന്ന്. നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. നിസാമുദ്ദീൻ മർക്കസിൽ നിന്ന് ഒരു ലെറ്റർ, ഒരു കത്ത് ഔദ്യോഗികമായിട്ടും അന്താരാഷ്ട്ര തലത്തിലേക്ക് പോയിട്ടുണ്ട്. അതായത് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നിസാമുദ്ദീൻ മർക്കസിലേക്ക് ഒരാൾ പോലും വരരുത്, വിദേശത്ത് നിന്ന് വരുന്നവർ ജാഗ്രത പുലർത്തണം, അതിനാൽ തന്നെ ഇങ്ങോട്ടേക്ക് തൽക്കാലം വരേണ്ടതില്ല എന്നുള്ളതാണ് മർക്കസിന്റെ നിർദ്ദേശം. ആ കത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞാൻ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നതായിരിക്കും. അങ്ങനെ കൃത്യമായ രീതിയിൽ കൊറോണയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചവരാണ് അവർ. പക്ഷേ അവർക്കറിയാതെ അത് സംഭവിച്ചു പോയി. എല്ലാ പരിശോധനകളും കഴിഞ്ഞ് ആ മർക്കസിലെത്തിയ വിദേശികളും മറ്റുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയത്ത്, ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ച സമയത്ത് അതിനകത്ത് ബാക്കിയായി പോയി. അതിനകത്ത് അവർ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. കാരണം അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതല്ലാതെ ജനതാ കർഫ്യൂയെ മാനിക്കാതെ, അതല്ലാതെ ലോക്ക്ഡൌണിനെ മാനിക്കാതെ അതിൻ്റെ അകത്ത് ഒത്തുകൂടിയവരല്ല അവർ. ആ തിരിച്ചറിവിലേക്ക് പോകണം. പക്ഷേ അതൊക്കെ അറിയാമായിരുന്നിട്ട് പോലും ഇവിടെ കെജ്രിവാൾ പറഞ്ഞിരിക്കുകയാണ്, പരസ്യമായി ആഹ്വാനം നടത്തിയിരിക്കുകയാണ്, ഡൽഹി മർക്കസിലെ തബ്ലീഗുകാർക്കെതിരെ, അവിടെയുള്ള മുസ്ലിങ്ങൾക്കെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട്. ഈ നെറികേടിന് ഞങ്ങൾ മാപ്പ് തരുകയില്ല. നിങ്ങൾ സംഘിക്കുപ്പായം അണിഞ്ഞിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്ന് ഇനിയും ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ഞങ്ങൾ തയ്യാറാവുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ ഇരട്ടത്താപ്പിനോടൊപ്പം കൂട്ടുകൂടി നടക്കുന്നവരാണെന്ന് ഞങ്ങൾക്ക് ഡൽഹി കലാപം നടന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ട്. അതിനാൽ അവർക്കാരുമില്ല, തബ്ലീഗുകാരെ തൊട്ട് കഴിഞ്ഞാൽ സംസാരിക്കാൻ ആരും വരില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുണ്ട് അവരുടെ കൂടെ. അവർക്ക് നീതി നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ തെരുവിലിറങ്ങി സംസാരിക്കാൻ ഞങ്ങളുണ്ടാകും. കാരണം ഞങ്ങൾ ഈ രാജ്യത്ത് മതേതരത്വം അവകാശപ്പെടുന്നവരാണ്. നിങ്ങൾ ഈ രാജ്യത്ത്
മതേതരത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ്. അതിനാൽ തന്നെ കെജ്രിവാൾ എന്ന സംഘിക്കുപ്പായക്കാരന്റെ പച്ചമുഖം കേരളത്തിലെ മനുഷ്യർ തിരിച്ചറിയണം. ഇവർക്ക് മറുപടി കൊടുക്കേണ്ടത് ജനാധിപത്യ മര്യാദയിലായിരിക്കണം. എത്രയോ ആക്രമണ സംഭവങ്ങൾ ഡൽഹിയിൽ നടന്നിട്ട് പോലും കേസെടുക്കാൻ പറയാത്ത കെജ്രിവാൾ മുസ്ലിങ്ങൾക്കെതിരെ, തബ്ലീഗുകാർക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനോഭാവം എന്താണ് എന്നുള്ളത് വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.